അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നമ്മളെ മുത്തുമണികളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? എല്ലാവരും റെഡിയല്ലേ കാണാൻ? അപ്പോൾ നമ്മൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ണൂറൊക്കെ വാരിക്കണം കേട്ടോ. അടുപ്പിൽ നിന്ന് വെണ്ണൂറൊക്കെ വാരി നമ്മളെ മട്ടലൊക്കെ ഉണ്ടല്ലോ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ പൊട്ടിച്ച് ഇനി നമുക്ക് തിരിച്ച് കത്തിച്ചണം. അതിന് തീപ്പെട്ടി അവിടെയാണ് കേട്ടോ. അപ്പോൾ അതും പോയി എടുത്ത് കൊണ്ടുവന്നു നമ്മൾ കത്തിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും പിന്നെ ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആരും നമ്മൾ നിർബന്ധിച്ചില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. എന്തിനാണ് ഇത്ത കമൻറ്റ് വാച്ച് അവർ പോരെ? അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഇടുമ്പം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കുറവായി കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയാടല്ലേ. വേറെ ലോല വീഡിയോസൊക്കെ കാണുമ്പോൾ എത്രകാലം കമൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളിൽ ഇല്ലാതാക്കുമ്പോൾ ഒരു പൊറുതിയാട്. അതുകൊണ്ട് ഇങ്ങനെ പറയണതാണ് കമൻറ്റ് കമൻറ്റ് കമൻറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ താല്പര്യമല്ല വെച്ചെങ്കിൽ കമൻറ്റ് ഇടണ്ട. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചൊക്കെ കത്തിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായക്കും കൂടി വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താണെന്നറിയില്ല, നമ്മളെ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ ആ ഇതുണ്ടല്ലോ അത് കത്തണ തന്നെയല്ല കേട്ടോ. നമ്മളെന്താണെന്ന് പറയാം, ഗ്യാസ് കത്തിച്ചിട്ട തോക്ക്. അപ്പോൾ അത് കത്തണേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താട്ടി തീപ്പെട്ടി വരച്ചിക്കാണ്ടാണ്ട് കത്തിച്ചിക്കാണ്. പിന്നെ നമുക്കിന്ന് ഓട്ടട ചൂടാം കേട്ടോ. കുറേ ദിവസമായിക്കണം ഓട്ടട ചുട്ടിട്ട്. അപ്പോൾ നമ്മളെ മിന്നുട്ടിക്ക് ഓട്ടട പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളതുകൊണ്ടാണ് കേട്ടോ ഓട്ടടപ്പം ഇങ്ങനെ ചൂടാത്തത്. അല്ലെങ്കിൽ 2 കടി ഉണ്ടാക്കണം. ഓക്കൊന്നും ഉണ്ടാക്കണം, ഞമ്മക്കൊന്നും ഉണ്ടാക്കണം. അപ്പോൾ 2 കടി ഉണ്ടാക്കാനാവില്ല വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ ഉണ്ടാക്കാഞ്ഞത് കേട്ടോ ഓട്ടട. പിന്നെ പുട്ടാണെങ്കിൽ നല്ല തിരുപ്പതിയാണ് കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. മക്കൾക്ക് 3 ആൾക്കും ഇഷ്ടമാണ്, ഇച്ചും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കണില്ല കേട്ടോ. പുട്ടുണ്ടാക്കാനൊക്കെ പൂതിയാണ്. കാരണം പുട്ടുണ്ടാക്കിയാൽ നിങ്ങൾ പറയില്ലേ ഇന്നും പുട്ടാണോ ചോദിച്ചു. അപ്പോൾ എനിക്ക് പുട്ടന്നെ ചായക്ക് കടി ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നൊക്കെ ചോദിച്ചുല്ലേ. അത് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കാത്തത്. അപ്പോൾ പുട്ടെന്താ അറിയില്ല മക്കളെ, പുട്ടും കടലച്ചാറും നല്ല രസമാണ്, നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പുട്ടുമ്പോൾ തന്നെ കൂടുന്നത്. പിന്നെ അതാക്കണേ നമ്മൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ആ അടപ്പുമ്പത്തെ അതുണ്ടല്ലോ അതിങ്ങോട്ട് പോന്നിക്കണേ. അപ്പോൾ അത് ഞാൻ മിക്സിക്കാരി ഇട്ട് കൊടുത്തപ്പോഴാണ് ഇട്ടത്. അപ്പോൾ മിക്സി വന്നത് പോന്നിട്ട് അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. മിക്സിയൊക്കെ ഉണ്ടെങ്കിലെ വാങ്ങിയോടത്ത് കൊടുക്കാനായിക്കണേ. മിക്സി ഫ്രിഡ്ജ് ഒക്കെ വാങ്ങിയോടത്ത് തന്നെ കൊടുക്കാനായിക്കണം കേട്ടോ. നമ്മളെ ഫ്രിഡ്ജിനൊക്കെ ആക്കണം ചെങ്ങലിട്ടിക്കാണ്. ഫ്രിഡ്ജിൻ്റെ ആ വാഷറില്ലേ അതെന്താ അറിയില്ല, ലൂസായിട്ടോ എന്താ അറിയില്ല. നമ്മൾ നന്നാക്കാനൊക്കെ ആളെ കൊണ്ടുവന്നീനി. മൂപ്പരാക്ക് എന്താട്ടി കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിക്കാണ്ട് അതങ്ങനെ ഒഴിഞ്ഞു കൊടുത്തുകാണ്ട് മൂപ്പരാക്ക് 2 കെട്ടിണ് കെട്ടിക്കാണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഫ്രിഡ്ജ് തുറന്നാൽ മതി ഇട്ടോ അങ്ങനെയാണ് പോയതാണ്. പിന്നെ ഇത് വരെയായിട്ടും ഇപ്പോഴും അത് തുറന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ചെങ്ങലക്ക് ഇടാഞ്ഞാൽ എന്താണെന്ന് അറിയാം, കറണ്ട് ബില്ല് കൂടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടി വെക്കണത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച മാതിരി ഫ്രിഡ്ജും വാങ്ങണം നമുക്ക്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടിയൊക്കെ കഴിച്ചട്ടെ. അപ്പോൾ ഫ്രിഡ്ജ് കൊടുക്കാനും തോന്നൂലല്ലോ, നല്ല ഫ്രിഡ്ജാണ്, ഒരു കേടും ഇല്ലാത്ത ഫ്രിഡ്ജാണ് കേട്ടോ. ആ ഡോറിന് മാത്രമേ ഉള്ളൂ കേട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇനി ഡോറ് മാറ്റിയേ അല്ലെങ്കിൽ ഡോറ് മാറ്റില്ല അതിൻ്റെ വാഷർ മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ നമ്മൾ ഇതാക്കണം. ഇപ്പം എന്താണെന്നറിയാം, അത് മാറ്റാൻ ഇതില്ലാത്തത് ഇപ്പം അങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് ഇങ്ങനെ പോണുണ്ട്. ഇനിയിപ്പോൾ കെട്ടൽ നിൽക്കുമ്പോഴേക്കാരം നമ്മൾ അതിമക്കാണ്ട് ഒരുങ്ങുക അതിൻ്റെ വാഷർ മാറ്റാൻ. അപ്പം അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് മാറ്റണം. അല്ലാതെ ഫ്രിഡ്ജിന് ഒരു കുഴപ്പമുണ്ണിയാളെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇതാക്കണേ ഓട്ടടയൊക്കെ ചൂടാൻ നമ്മൾ അരിയൊക്കെ അരച്ച് കൊണ്ടുവന്ന് തിരിച്ചൊക്കെ നല്ലോണം കത്തണുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടട ചൂടുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം തിരിച്ച് കത്തണം. പിന്നാലോ നല്ലോണം ഏറാനും പറ്റില്ല. അങ്ങനെ ഏറിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടട പെട്ടെന്ന് കരിട്ടോ.
പെട്ടെന്ന് കരിയും പറഞ്ഞാൽ ഉള്ളു പോകില്ല, അടി പെട്ടെന്ന് കരിയും ചെയ്യും. അപ്പോൾ ഒരു നേക്കിൽ അങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇതാക്കണേ നമ്മൾ അരി അരച്ചതൊക്കെ ഒന്ന് പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിതിക്ക് അപ്പസോഡയൊന്നും ഇട്ടിട്ടില്ല. അരിയും ചോറും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിച്ച, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ ഇട്ടിച്ച. അപ്പോൾ ഇതാക്കണേ ഞാൻ ഓട്ടട ചുട്ടുകളുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. അപ്പം നമ്മൾ ഓട്ടട ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിക്കൊണ്ട് വന്നിട്ടന്ന്. അതെന്താ വെച്ചാൽ ചോറ് കുറച്ചിട്ടത് കൂടി തോന്നുന്നുണ്ട്. ചോറിട്ട് കൂടിയാൽ നല്ല കുഴഞ്ഞു പോകണ്ടേക്കാരം, ഇല്ലെങ്കിൽ കുറച്ചൊരു ഉറപ്പിലേക്കാരം കേട്ടോ. ആ ഒരു ഉറപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ നമുക്കിഷ്ടം. അങ്ങനെ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് മീൻ ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഓട്ടടയ്ക്കും ചോറ്റക്കും ഒക്കെ പാടെ കൂട്ടിയിട്ടൊരു വറ്റിച്ചാണ് ഉണ്ടാക്കിയാൽ നമുക്ക് ഉച്ചക്കും അതന്നെ ആക്കാം, രാവിലെയും അതന്നെ ഉണ്ടാക്കാന്നല്ല അതന്നെ കൂട്ടിക്കാണ്ട് തിന്നാം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഒന്ന് മീൻ നന്നാക്കാൻ ഒരുങ്ങുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞ് ചോറ്റിനുള്ള തണീനൊക്കെ തീമിട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് മീൻ നന്നാക്കാൻ ഒരുങ്ങാം. അപ്പോൾ ഇതാക്കണേ കുറച്ച് മത്തി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം കുഞ്ഞമത്തിയാണ്, പൊരിച്ചാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പൊരിച്ചിനേറെ നല്ലത് നമ്മളിങ്ങനെ വറ്റിച്ചെടുത്താൽ നല്ല രസമാണല്ലോ. ഉപ്പും മുളകൊക്കെ പൊടിച്ചും ഈ ഒരു കുഞ്ഞു മീനായതുകൊണ്ടേ നമ്മൾ പൊരിച്ചണല്ലോ കേട്ടോ, വറ്റിച്ചാണ്. അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ മക്കളൊന്നും ഉണ്ടല്ലോ, നമ്മൾ മാത്രമല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും കുഴപ്പമില്ല, ഇനി ഒരിക്കൽ വൈകുന്നേരം വരുമ്പോഴല്ലേ. അപ്പം വല്ല മുട്ടൊരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാക്കണേ നമ്മൾ മീൻ നന്നാക്കിയപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വന്നിക്കണം കേട്ടോ. അല്ലെങ്കിലൊക്കെ പേടിച്ച് അങ്ങനെ വിട്ട് നിൽക്കുന്നതാക്കണം. 4 കുട്ടികളും വന്നിക്കണം കേട്ടോ. അപ്പം തല്ലൂടെ എണ്ണിയാളെ അന്നം വെള്ളം കാണാത്തോരമാതിരി കാട്ടിനെ കണ്ടാൽ എന്താ വലിക്കൊരിത് എന്നറിയാം. തിന്നാൻ തന്നെ കിട്ടലില്ല തോന്നും കാട്ടിനെ കണ്ടാൽ. ഇത്രയും ദിവസമായിട്ട് അന്നോ വെള്ളം കാണാതെ നമ്മൾ മീനുള്ളായിട്ടും ഇറച്ചിൻ്റെ എല്ലായിട്ടും ചോറായിട്ടും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്തോ ഒരു അലച്ചാന്നറിയോ എനിക്ക്. അപ്പോൾ കുറേ നേരമായിക്കണം അങ്ങനെ വാതിലും തുറന്ന് വരിക, അവിടെ ഇങ്ങനെ മണത്ത് നോക്കുക, അവിടെ മണത്ത് നോക്കുക, എങ്ങനെ നിൽക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ അങ്ങോട്ടാണ് വരാം, ഇജിപ്പോൾ പോയിക്കോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി ഇപ്പോൾ ഇതാക്കണ വന്നപ്പോൾ 4 ആൾക്കാർ ഒപ്പം വന്ന് നിൽക്കണേ. ഒരാൾക്ക് കിട്ടായിട്ട് മറ്റൊരു പിടിച്ചെറിച്ച് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടീന്നറിയോ, ആദ്യം മീനിൻ്റെ ഏളയും ബുഗും ഒക്കെ ഉണ്ട് ചീന്തിക്കാണ്ട് ഒരിക്കൽ അങ്ങനെ ഇട്ട് കൊടുത്തുന്ന ഒരാൾക്ക് കിട്ടിയെന്നും ഒരാൾക്ക് കിട്ടിയില്ല എന്നാവൂല. അപ്പോൾ എല്ലാവർക്കും പാടെ കിട്ടുമല്ലോ, അതിനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാട്ടിയത് കേട്ടോ. അപ്പം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട് കേട്ടോ. കാരണം മാന്തിയ പണി കിട്ടി. ഇപ്പോൾ ആദ്യമൊക്കെ മാന്തി കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ 2 സൂചി മതിനി. ഇപ്പം എങ്ങനെയാണെന്നറിയോ, ഇപ്പം മാന്തിയാൽ ആ മാന്തിയ സ്ഥലത്ത് 7 സൂചി വെക്കണുണ്ട്. അപ്പം അത് പേടിയാണ് കേട്ടോ. ഒരു സൂചി 2 സൂചി വെച്ചാൽ തന്നെ വല്ലാത്ത പേടിയാണ്. അപ്പം ആ മുറിൻ്റെ ചുറ്റോടെ ഒരു 7 സൂചി വെക്കണതിൻ്റെ ഒരു അതാവ് എത്രയും കാലം മക്കളെ. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഈ മത്തി മീനൊക്കെ ഔത്തച്ച് നന്നാക്കിയാലുണ്ടല്ലോ ഒരു സൈസ് ഉളുമ്പ വാസനയാണ്. വാർപ്പും വരെയും കൂടി ആകുമ്പം ആ മീനിൻ്റെ ഒരു മണം പോയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് വെച്ചുകൊണ്ട് നന്നാക്കണത്. പുറത്തേക്ക് വെച്ച് നന്നാക്കിയാൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ തല്ലൂടൽ കാണാൻ. പിന്നെ മാന്തുക എന്നുള്ളൊരു പേടിയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ വെച്ചിട്ട് മീൻ നന്നാക്കി കഴിഞ്ഞാൽ വല്ലാത്തൊരു വാസനയാണ്. അത് എത്ര സോപ്പിട്ട് കഴിയാലും ഇതാക്കിയാലും പോകില്ല. അതേമാതിരി തന്നെ നമ്മളെ കജ്മലായാലും ആ ഉളുമ്പ മണം മാറി കിട്ടൂല മീനിൻ്റെ. അങ്ങനെ മീനൊക്കെ നമ്മൾ നന്നാക്കി കൊണ്ടുവയ്ക്കണം കേട്ടോ. അപ്പോൾ ചോറ്റിന് വെച്ച തണീനാണ് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഉലുവയും കടുകും പൊട്ടിച്ച് വല്ലുള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒക്കെ ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരകം ഒക്കെ ഇട്ട് കുറച്ച് കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിനി അതും പാടെ പാർന്ന് പിന്നെ നമ്മളെ മീനുണ്ടല്ലോ, മീൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിനി കേട്ടോ. ഇന്നൊന്നും വരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്. അപ്പം നമ്മളെ മീനൊക്കെ ഇതാക്കണേ പൊറുക്കി ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ മീനുമാണ് പെട്ടെന്ന് വേവും ചെഞ്ചും. മത്തിയല്ലേ എളുപ്പം വേകും കേട്ടോ. 2 തള തിളച്ചാൽ മതി, വേഗം വേകും. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ വെന്തേക്കണേ. അതിൻ്റെ മേലെ കൂടെ ലേശം നമ്മൾ പിന്നെ കുറച്ച് ഉലുവാപ്പൊടി കൂടി വെതറി കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ അതോടുകൂടി നമ്മളെ മീൻ സെറ്റായി വന്നിക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ചോറ്റിനില്ല തണിയും പിന്നെയും തീമട്ടിക്കണം കേട്ടോ. ഇനി അത് തിളക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടക്കട്ടെ. ഇനി മക്കൾക്കൊക്കെ ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൺടന് ഓട്ടടയും പിന്നെ മീൻ
ചാറും മതിയായിരുന്നു. മിന്നുട്ടി പറഞ്ഞ് ഇച്ച് പഞ്ചാര മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പഞ്ചസാര നുള്ളിട്ട് കൊടുത്ത്. കാരണം ഓട്ടടയാണ് പറഞ്ഞപ്പം വല്ലാത്തൊരു പിരാന്തെത്തി തലയിലും മതി നൂലൊളിച്ചീന്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇന്നിപ്പോൾ നെല്ലുത്തേരിയാണ് വെക്കണം കേട്ടോ. റേഷൻ പീടിയിൽ നിന്ന് നമുക്ക് കുറച്ച് നെല്ലുത്തേരിയും കൂടി കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് വെക്കാൻ ഞാൻ ഇനി പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ നെല്ലുത്തേരിയും തന്നെ നമ്മൾ വെക്കാമെന്ന് വിചാരിച്ച്. ഈ നെല്ലുത്തേരി മക്കൾക്ക് ആർക്കും തൃപ്പതില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ വെക്കാതെ വന്നിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഇതാക്കണേ എല്ലാവരും ചോദിച്ചിനി ചീര അരിഞ്ഞില്ലേ എന്താ ഇല മാത്രം എടുത്തേ എന്നുള്ളത്. അപ്പോൾ ഞാനിതാക്കണേ ചീര ഇന്നലെ അരിഞ്ഞ് വെച്ചിനിയല്ലോ. അപ്പോൾ ഇന്നാണ് ഞാനിത് വെക്കണത് കേട്ടോ. അപ്പോൾ ചീര ഇതാക്കണേ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ചീര പോലെ തന്നെ ഉണ്ട് കേട്ടോ മക്കളെ. ഒരു വാട്ടോ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ കേകിക്കാണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിനിയത്. നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അരിയാനും തന്നെ നല്ല സുഖമുണ്ട്. അപ്പോൾ നമുക്കൊരു ഉപ്പേരിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കജണപാടും ഞാൻ അതിമല്ലതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. അത് അരിഞ്ഞെടുക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കണ്ട. അപ്പോൾ ഒരു പിരാന്ത് പിടിച്ചാലാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര പിരാന്താണ് മക്കളെ. കാരണം വ്യൂസൊക്കെ കമ്മിയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിക്കണേ. പിന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരില്ല, ഓരെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കടുകിട്ട് പിന്നെ നമ്മളെ ചീര ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി പച്ചമുളകും തേങ്ങയും നമ്മൾ ചതച്ച് വെച്ചിരിക്കണം കേട്ടോ. ഒരു തുള്ളി ഉപ്പ്. ഒരു തുള്ളി എന്ന് പറഞ്ഞപ്പം തുള്ളി എന്ന് പറഞ്ഞാൽ വെള്ളത്തിനാണ് എന്ന് പറഞ്ഞ്. അപ്പം തുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് ലേശം അതൊക്കെയാണ് നമ്മൾ ഈ തുള്ളി കേട്ടോ. അപ്പോൾ തുള്ളി എന്ന് പറഞ്ഞു കണ്ടാണ് ചേലയക്കണേ. അപ്പോൾ ലേശം നമുക്ക് നമ്മളെ പിന്നെ തേങ്ങയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്ത് ഇട്ടപ്പം ചട്ടി നിറച്ചുണ്ടേനി നമ്മളെ ചീര. അപ്പോൾ പറ്റ ചുങ്ങി കുറച്ചുള്ളൂ. ഇനി നമ്മളെ തേങ്ങ ഇട്ട് കണ്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ ഉപ്പേരി റെഡിയായി. അപ്പം അങ്ങനെ ഇതാക്കണേ. മീൻ രാവിലെ തന്നെ വെച്ചുകൊണ്ട് അതുകൊണ്ട് ചോറും വെന്തു, ചീര ഉപ്പേരിയും വെന്തു കേട്ടോ. ഇന്ന് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സോക്കേസ് ഉണ്ടല്ലോ, അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊന്ന് പെയിൻ്റ് അടിച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ ചോറും കൂട്ടാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ പണിക്ക് നിൽക്കുന്നത്. ഈ പണിക്ക് നിന്നിട്ടില്ലെങ്കിൽ ചോറും കൂട്ടാനും ഉണ്ടാക്കൽ അങ്ങനെയാണ് നിൽക്കും. അപ്പോൾ ഞാനിതാക്കണേ പെയിൻ്റ് അടിച്ചാൻ വേണ്ടി ഒരുങ്ങിക്കണേ. രണ്ടും കൽപ്പിച്ച് നമ്മളെന്താട്ടിന്നറിയാം, കുറച്ച് പെയിൻ്റാന്ന് അടിച്ചു നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. സോക്കേസിൻ്റെ ഉള്ളിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആരും ശ്രദ്ധിച്ചൊന്നുമില്ലല്ലോ സോക്കേസൊക്കെ. അപ്പം തന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മളിതാക്കണേ പെയിൻ്റ് അടിച്ചാൽ തന്നെ തീരുമാനിച്ചിരിക്കണേ. നമ്മളിങ്ങനെ അടുക്കള ഞാനടിച്ചാന്നൊക്കെ പറഞ്ഞ് നടന്ന് ഏതായാലും അടുക്കള പിന്നെ അങ്ങനെയുണ്ട് നമ്മളെ കുട്ടികളെ തന്നെ ഉണ്ട് അടിച്ച്. അപ്പോൾ ഞാൻ ഏതായാലും വലിയ ആളായിക്കാണ്ട് കയറി അടിച്ചു നോക്കണുണ്ട് കേട്ടോ. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ മക്കളെ, അതിങ്ങനെ മേപ്പട്ടക്ക് ഇങ്ങനെ അടിച്ചുമ്പോഴേ കുറച്ച് നേരം കൂടെ അടിച്ചോട് കൂടി നിങ്ങളോട് പറയണേ കജ്ജിന് വല്ലാത്തൊരു കടച്ചിൽ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, അച്ഛനെ നമ്മളെ മക്കളെ സമ്മതിച്ചോ, ഇതെങ്ങനെയാണ് ഇങ്ങനെ അടിച്ചിനിയതെന്ന് തോന്നിയിട്ടോ. ഞാൻ ഭയങ്കര കജ്ജിന് കടച്ചിലുണ്ടായി കേട്ടോ. പിന്നെ ഞാൻ ഏതായാലും അടിച്ചു തുടങ്ങിയില്ലേ, അപ്പോൾ എന്നാൽ ഫുള്ളാക്കാന്നാണ് ഞാനാണ് വിചാരിച്ചും ചെയ്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി നല്ല കേട്ടോ പെയിൻറ്റിങ്. നമ്മൾ ചോറ് ഉരുള കൂട്ടി തിന്നണ മാതിരി നല്ല മെനക്കെട് പിടിച്ചൊരു പണി തന്നെയാണ് കേട്ടോ ഈ പെയിൻറ്റിങ്. ആ മുക്കും മൂലയൊക്കെ നോക്കി പെയിൻ്റ് ആണുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം അടിച്ചാൻ. ഞാൻ ഏതായാലും നല്ല ഉഷാറായിട്ട് കൊടുത്തുക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ അടിച്ചത് എങ്ങനെയുണ്ട് പെയിൻറ്റ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങളൊക്കെ ഒന്നൊരു അഭിപ്രായം പറയണ്ട കേട്ടോ. നമ്മൾ പെയിൻ്റ് അടിച്ചത് ഉഷാറായിക്കണോ ഇല്ലേ, എന്തെങ്കിലും പാട്ട് പറ്റിയിരിക്കണോ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ഇതാക്കണേ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടിച്ചിനോട് കൂടി നമ്മൾ ആ ചില്ലുമ്മലാണുണ്ടല്ലോ അത് അപ്പം തന്നെ തുടച്ചെടുത്താൽ വലിയ പണി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉണങ്ങിയിട്ടാണ് നമ്മളത് തുടച്ചെടുക്കണമെന്ന് വെച്ചാൽ പോരൂല കേട്ടോ. പിന്നെ നമ്മൾ ആ ബ്ലേഡായിട്ടൊക്കെ ഇങ്ങനെ കുത്തിയും മാന്തിയും ഒക്കെ ഇതാക്കണം എന്നെങ്കിലേ പോരുള്ളൂ. അപ്പോൾ ഒരു സീല നമ്മൾ കജ്ജി പിടിച്ചിക്കണം കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ ആവണോടത്ത് ഇങ്ങനെ തുടച്ച് ഇട്ടാൽ പിന്നെ നമ്മൾക്ക് പിന്നെ ആ ഒരു പണിക്ക് നിൽക്കണ്ടല്ലോ. ഇപ്പം തന്നെ ആകുമ്പോൾ പെട്ടെന്ന് ഇളകി പോരും, ഇല്ലെങ്കിൽ ഭയങ്കര ഗതികേടാണ് കേട്ടോ. എന്നാൽ തന്നെ കുറച്ച് നേരം വൈകിയാൽ തന്നെ അങ്ങനെ പറ്റി പിടിച്ച് കൊണ്ട് നിൽക്കണുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളതിങ്ങനെ മാന്തി കളഞ്ഞൊക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. വെള്ളം നനച്ച് കണ്ട് തുടച്ചാൽ പെട്ടെന്ന്
പോണുണ്ട് ഏതായാലും സംഭവം. അങ്ങനെ ഏതായാലും നമ്മൾ ഒന്ന് അടിച്ചു നോക്കിയതാണ്. സംഭവം ഏതായാലും സൂപ്പറായിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്താട്ടി അവിടെയൊക്കെ അടിച്ച് മേലെ അവിടെ അങ്ങനെ അടിച്ച് കണ്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഒരു ബോറടിച്ചൂലേ. അപ്പോൾ പിന്നെ കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാക്കണേ ഈ പറ്റ താഴെ ചില്ല് ഇല്ല കേട്ടോ. ഇവിടെ ചോരിൻ്റെ അത് തന്നെയാണ്, ചുമരിൻ്റെത്. അവിടെ കുറച്ച് നല്ല ചളിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരപ്പ കടലാസ് ഇട്ട് കണ്ട് ഉരച്ച് കണ്ട് ആ ചളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചിരുന്നത്. അപ്പോൾ കണ്ടില്ലേ നല്ല ശ്രദ്ധാപൂർവം നല്ല ഉഷാറായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ തന്നെയാണ് പുകയത്തി പറയാണ് കേട്ടോ. അപ്പം നമ്മളെ മകൻ വന്ന് ചോദിച്ചു, അമ്മ ആര് ഈ പെയിൻ്റ് അടിച്ചേ? ഞാനാണ് കാരണം. അപ്പോൾ ഓന് വിശ്വാസമല്ലേ, അത്ര ചൊറുക്കുണ്ടായിട്ടേക്കാരം അപ്പോൾ ഓന് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പുതിയ പെയിൻറ്റിങ് കാര്യത്തിൽ എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടി നിങ്ങൾ പറയണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഇത്? സൂപ്പറായിട്ടില്ലേ? അടിപൊളിയായിക്കണില്ലേ? അടിപൊളിയായിക്കണ് കണ്ടിട്ട്. നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറയണ്ടേ. ഷോക്കേസ് സൂപ്പറായി, ഞാൻ അടിച്ചുകൊണ്ട് പറയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.